അപ്പോൾ ചേച്ചി എന്തുണ്ട് വിശേഷങ്ങൾ? തിരുവനന്തപുരമാണ്. ഇത് എന്ത് വിലയാണ് പറഞ്ഞത്? 60 രൂപ. നമ്മൾ തന്നെയാണ് നിർമ്മിക്കുന്നത്. എത്ര വർഷം കൊണ്ട് ഇത് ചെയ്യുന്നത്? 33 വർഷം. എല്ലാ ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്? ഈ ക്ഷേത്രത്തെ ആദ്യമായിട്ടാണോ വരുന്നത്? വർഷങ്ങൾ കൊണ്ട് വരുന്നത്. കൊറോണയ്ക്ക് ശേഷം വന്നിട്ടില്ല. കൊറോണ വന്നപ്പോഴത്തേക്ക് നമ്മളെ പോലുള്ള ബിസിനസ്സും നമ്മൾ തന്നെ ആകുമ്പോൾ കലാകാരിയും കൂടെ ആണല്ലോ. അതും കൂടെ ഇതിനകത്ത് ചേർക്കാമല്ലോ. എത്ര മക്കളാ? 6 മക്കൾ. അമ്മയാണ്. ഇന്നും വളരെ പത്മകുമാറിനെ പോലെ ആവാതെയും അനുപമയെ പോലെയൊന്നും ആവാതെയും ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏത് ജീവിതത്തിലും ഒരു മാറ്റങ്ങളുണ്ട്. കാരണം ജനങ്ങൾ ലക്ഷങ്ങളുള്ളവർ പോലും വളഞ്ഞ വഴിയിൽ പോകുമ്പോൾ അമ്മ ഇങ്ങനെ മറ്റൊരു ബിസിനസ്സിലേക്ക് വ്യത്യസ്തമായ കാഴ്ചയിലേക്ക് പോകുന്നത് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കുഞ്ഞു മനസ്സിനെ ചിരിപ്പിക്കുകയും അല്ലെങ്കിൽ കുഞ്ഞു മനസ്സുകളെ ഒക്കെ സ്നേഹിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ പ്രിയപ്പെട്ടവർ, നമ്മളെ പുതുവാവ് അമ്മയുടെ കൊല്ലത്ത് മുറ്റത്താണ് ഈ അമ്മ വന്നിരിക്കുന്നത്. ഈ പൊങ്കാലയുടെ ഭാഗമായാണ് ഇത് കച്ചവടത്തിന് വന്നത്. എന്തായാലും ഈ അമ്മച്ചിക്ക് നല്ലോണം ഈ കച്ചവടം നടക്കട്ടെ, പ്രതീക്ഷയോട് ഈ കൊച്ചൊരു ബിസിനസ്സിൽ കൂടെ വലിയൊരു പ്രതീക്ഷയോടെ വന്ന ഈ അമ്മച്ചിക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം ബിസിനസ് എത്ര എണ്ണം ഉണ്ട്? ഇത് ഒരുപാടുണ്ടോ? കുറച്ച് കൊണ്ടുവന്നതെല്ലാം കച്ചവടമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവാവ് അമ്മയുടെ മുറ്റത്ത് ഇനിയും അമ്മ കാണട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇത് വിറ്റ് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടോ? കയറിക്കിടക്കാടൊക്കെ ഉണ്ടല്ലോ. കയറിക്കിടക്കാടൊക്കെ ഉണ്ടോ? വാടകയ്ക്കാണോ താമസിക്കുന്നത്? വാടകയ്ക്ക് താമസിക്കുന്ന അമ്മയാണ്. എന്തായാലും പ്രവേശകർക്കാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഏത് ക്ഷേത്രങ്ങളിൽ കണ്ടാലും. എന്താണ് പേര് അമ്മച്ചിയുടെ? സുലേഖ ബേബി. അമ്മച്ചിയുടെ ഈ ഒരു സംഭവം ചെറിയൊരു വെറൈറ്റി എല്ലാവരും വാങ്ങട്ടെ. ഒരു ജീവിക്കാൻ വേണ്ടി ഒരു പ്രതീക്ഷയോടെയുള്ള യാത്രയാണ്, ജീവിക്കാൻ വേണ്ടി മാത്രം. ഇരിക്കട്ടെ. എത്ര പൈസ പറഞ്ഞോ? പറഞ്ഞ എന്തുവല്ല? 60 രൂപ. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. നന്ദി, നമസ്കാരം. എന്തായാലും അമ്മയ്ക്ക് ഒരുപാട് ബിസിനസ് നടക്കട്ടെ. താങ്ക് യു. പ്രേക്ഷകരെ, ഇപ്പോൾ വളരെ ദയനീയമായ അല്ലെങ്കിൽ വളരെ സങ്കടപരമായ നല്ലൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ് അവർ ഇതൊക്കെ വിൽക്കുമ്പോൾ. നമ്മളൊക്കെ പ്രതീക്ഷിച്ചാണ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. വളരെ ദൈവികപരമായിട്ടുള്ളൊരു വമ്പമാണ് ഇതൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. ഇതൊന്നും നിസ്സാരമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ചെറുതും ആയാലും വലിയൊരു ശില്പമായാലും ചെയ്യുന്നതിന് ഏറ്റവും മെനക്കേടാണ് ചെറിയ ശില്പങ്ങൾ ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു മാറ്റങ്ങളുണ്ടാവട്ടെ. ഇവർക്കെല്ലാം വളരെ ഐശ്വര്യങ്ങളുണ്ടാവട്ടെ. ഇതിനെ നാളത്തെ നേരം പുലരുമ്പോൾ ഒരുപാട് പേര് ഈ മൈപ്പീലി അല്ലെങ്കിൽ ഒരു ദൈവിക ഭക്തർ അന്ന് വീടിൻ്റെ വിളക്കിൻ്റെ മുമ്പിൽ മേടിക്കാമെന്ന് ചിന്ത വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുരുകൻ്റെ വാഹനം മുരുകൻ്റെ വയൽ വാഹനമാണ്. തീർച്ചയായിട്ടും നടക്കട്ടെ. നന്ദി, നമസ്കാരം. ഇവർ തീർച്ചയായിട്ടും ഇവരുടെ ഈ എല്ലാം വിറ്റ് പോകട്ടെ. അമ്മേ ശരണം, ദേവി ശരണം.